Hello dear students, welcome to Easy Lessons. In this video, we will be discussing about double dimensional string arrays. നമ്മൾ already single dimensional numerical arrays കണ്ടു, two dimensional numerical arrays കണ്ടു, single dimensional character arrays കണ്ടു, and the next is double dimensional string arrays. As in the case of two dimensional numerical arrays, here also when the characters are stored in terms of rows and columns, that particular case is known as double dimensional string arrays. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് അങ്ങനെ ഒരു അറേയുടെ ആവശ്യം വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ആവശ്യം വരിക? നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ അവിടെ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു 10 സ്റ്റുഡൻസിൻ്റെ നെയിമാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇഫ് ടു ഡയമെൻഷണൽ സ്ട്രിങ് അറേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ 10 ഡിഫറെൻറ്റ് സ്ട്രിങ് അറേസ് ടു സ്റ്റോർ 10 ഡിഫറെൻറ്റ് നെയിംസ്. So instead of declaring or using 10 different individual string arrays for storing 10 names, we can use a two-dimensional string array in which we have 10 rows. And in each row, we will be storing the name of each student. അപ്പോൾ n നെയിംസിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ n അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ടു ഡയമെൻഷണൽ സ്ട്രിങ് അറേസ് യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു സ്ട്രിങ് അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. സാധാരണ നമുക്കിപ്പോൾ ഓൾറെഡി അറേസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കറിയാം വി ഹാവ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ്, array name, row size and column size. So character names of 10, 25, when we declare a character array as character names of 10, 25, that means we are planning to store 10 rows of data in which each row can hold 25 characters. 25 characters in the sense നമുക്കറിയാം ഒരു ബൈറ്റ് എപ്പോഴും null characterന് വേണം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. So once the array is declared, we know that how much bytes, a single byte is required for a single character. And in this situation, when an array of 10 rows and 25 columns are being declared, we can store 250 characters. That means 250 bytes will be allocated. Okay, in this example, I have shown character names of 320. That means 60 characters, 60 bytes. And next is how to initialize the array. If you are planning to initialize or if you are planning to give an initial value during the time of compilation itself, that is known as static initialization. You can initialize a character array as character names of 220. I have given the name in inverted commas like Ram and Sita, and which is enclosed in curly brackets. But normally situations always requires a dynamic initialization. എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ യൂസറിനാണ് ഡാറ്റ കൊടുക്കേണ്ടി വരാറുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ക്യാരക്ടർ നെയിംസ് ഓഫ് 220 എന്ന് പറയുന്നതിന് പകരം ക്യാരക്ടർ നെയിം ഓഫ് 20 എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് വി ക്യാൻ റീഡ് ദ ഡാറ്റ യൂസിങ് എ സിംഗിൾ ഗെറ്റസ് ഫങ്ഷൻ അല്ലേ. അതായത് നമ്മൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഗെറ്റസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് നെയിം ഇങ്ങനെ റീഡ് ചെയ്യാം, ലൂപ്പോ ഒന്നും വേണ്ട നമുക്ക്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു കഴിഞ്ഞ ടോപ്പിക്ക് ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടു ഡയമെൻഷണൽ അറേയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം, എത്ര നെയിംസ് ഉണ്ടോ എത്ര റോസ് ഉണ്ടോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗെറ്റസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് നെയിംസ് റീഡ് ചെയ്യാം. സോ ഹിയർ ഐ ഹാവ് ഗിവൺ ഫോർ i equal to 0, i less than 2, i plus plus, ഗെറ്റസ് നെയിംസ് ഓഫ് i എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. 0 less than 2 കണ്ടീഷൻ ഈസ് ട്രൂ. ഗെറ്റസ് നെയിംസ് ഓഫ് i, ദാറ്റ് മീൻസ് നെയിംസ് എന്ന് പറഞ്ഞ മെട്രിക്സിലെ i എന്ന് പറയുമ്പോൾ 0th റോയിലേക്കായിരിക്കും ഡാറ്റ പോകുന്നുണ്ടായിരിക്കുക. And next I will be incremented to 1 less than 2 condition is true, so the second name will be read. And next I will be incremented to 2 less than 2 condition becomes false, for loop exit ചെയ്യും. അങ്ങനെ നമ്മൾ 2 names റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് റൺ ടൈമിൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുക.
നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് ആണ്. നമുക്കറിയാം നമ്മൾ ന്യൂമറൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസിനും ഒരു പരിധി വരെ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാനായിട്ട് നമുക്ക് ആസ്കി വാല്യൂ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെ പോസിബിൾ ആണ് സിംഗിൾ ക്യാരക്ടേഴ്സിൻ്റെ കേസിൽ. But in the case of two-dimensional array, no mathematical operators can be used for string manipulations. So C has a system library, we know that, and in that system library we have a header file which is named as string.h, and this string.h contains so many functions for the string manipulation. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് ഫങ്ഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷനാണ് strlen ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹായ് എന്ന് കൊടുത്താൽ HAI 3 ക്യാരക്ടേഴ്സാണ് അതിലുള്ളത്. സോ 3 ആണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അങ്ങനെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് strlen. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരക്ടർ അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു, സ്ട്രിങ് റീഡ് ചെയ്തു, ഹലോ ആണ് കൊടുത്തിരിക്കണതെന്ന് വിചാരിക്കുക. അപ്പോൾ L = strlen of s എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആണ് വാല്യൂ കിട്ടുക. ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാതെയും നമുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാം. ആ ഓപ്ഷനാണ് ഇവിടെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. I = 0 0 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. ആൻഡ് ഇഫ് s of I not equal to null character, s of 0 is not equal to null character condition is true. ഇവിടെ ഈ ഒരു പ്രത്യേകത, ഇതൊരു ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ബോഡി ഒന്നും പറയാനില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. അപ്പം അങ്ങനെ വരുന്ന empty ലൂപ്സിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും? ആസ് എ ടെർമിനേഷൻ സിമ്പിൾ വി പ്ലേസ് എ സെമിക്കോളൻ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ ഐട്രേഷൻ നടക്കും, വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും, വീണ്ടും ഐട്രേഷൻസ് ഇൻക്രിമെൻറ്റേഷൻ നടക്കും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇങ്ങനെ ഇവിടെ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും until the condition becomes false. Here in this situation, as s of I not equal to null character, I increments to 1. Again condition will be evaluated. S of 1 not equal to null character, again condition is true. I gets incremented to 2. ഇങ്ങനെ ചെയ്ത് 4 എത്തുന്ന സമയത്ത് s of 4 not equal to null character, again condition is true. I incremented to 5. I 5 ആകുന്ന സമയത്ത് s of I not equal to null character എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും, ലൂപ്പ് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എന്തായിരുന്നു? 5 ആയിരുന്നു. അപ്പോൾ ആ ഐനെ നമ്മൾ ലെങ്ത് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് യൂസിങ് strlen യു ക്യാൻ ഗെറ്റ് ദ ലെങ്ത്. അപ്പോൾ ചില എക്സാംസിനൊക്കെ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാതെ തന്നെ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇൻസ്റ്റെഡ് ഓഫ് strlen യു ക്യാൻ യൂസ് ദിസ് ഫോർ ലൂപ്പ് ആൻഡ് യു ക്യാൻ പ്രിൻറ്റ് L. ഇവിടെ ഞാൻ L ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. L ആസ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സ്ട്രിങ്. ഈ ലൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ Lൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ലെങ്ത്. സിമിലർ ഒരു ഫംഗ്ഷനാണ് നെക്സ്റ്റ് വി വിൽ ബി സീയിങ് strcpy function. strcpy function is used to copy one string to another string. Consider two strings, character s of 10 and s1 of 10, and suppose the user has given a string hello to s. Okay, and according to the syntax of strcpy, the syntax tells that we have to specify the destination and then source. That means the syntax is strcpy destination string, comma source string. Excuse me. Source string. So according to the syntax, we have given here strcpy. Here s should be given as small letter. S1 comma S, then the contents of S will be copied onto the S1. So S contains hello here. The same string will be copied onto S1 also. Here also we can write the program without using strcpy. We can copy one string to another.
So here is the code for copying a string to another without using strcpy function. The string is being read from the user. Suppose user has given hello. For I equal to 0, s of I, that means s of 0, that is h not equal to null character, condition is true. So what happens? S1 of 0 equal to s of 0. So the character h will be copied onto the 0th location of S1. And then I gets incremented to 1, s of 1, that is e, not equal to null character. Again condition is false. So the first character s of 1 will be copied onto s1 of 1, that is e will be copied. In the same way all the characters will be copied until null character is encountered. So when I equal to 5 and s of 5 equal to null character, then the loop will be terminated. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൾ ക്യാരക്ടർ കിട്ടിയിട്ടില്ല S1. ബാക്കി വരെയുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചു. പക്ഷെ ഏതൊരു സ്ട്രിങ്ങിൻ്റെയും എൻഡിൽ ദർ ഷുഡ് ബി എ നൾ ക്യാരക്ടർ. പക്ഷെ ഇവിടെ നമുക്ക് നൾ ക്യാരക്ടറിനെ കണ്ടതും ലൂപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് നൾ ക്യാരക്ടറിൻ്റെ കോപ്പിങ് അവിടെ നടന്നിട്ടില്ല. Okay, so after the loop we have to explicitly place the null character to the end of S1 of I എന്തായിട്ടാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്? 5 ആയിട്ടാണ്. അപ്പോൾ S1 of 5 ഈക്വൽ ടു നൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ 5th ലൊക്കേഷനിൽ നൾ ക്യാരക്ടർ പ്ലേസ് ആവും. ഇങ്ങനെയാണ് ഒരു സ്ട്രിങ് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യണത്. ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? strcpy ഫംഗ്ഷൻ യൂസ് ചെയ്ത് യു ക്യാൻ കോപ്പി വൺ സ്ട്രിങ് ടു അനദർ. Okay, and the next function is string cat function. So what is the purpose of string cat function? strcat means string concatenation. That means we have to join two strings, or the second string is being joined to the end of the first string. And regarding strcat, the syntax is just strcat s1 comma s2, strcat s1 comma s2. What happens? S2 will be comma s2 will be copied onto the end of s1, concatenated, added to the end of s1. So here consider two arrays s and s1, and the value to s is being given as hello. Sorry. Okay, here the value of s is given as hello and s1 is given as good morning. And I am saying that strcat s comma s1. So what happens to the end of s1? That means here s1 becomes hello good morning. To the end of s1, s2 is also added. So after concatenation, when the string is being printed, we can see that both the strings are joined together to form a single string. And without strcat also, you can join two strings. The method is given here. Two strings are declared and the values to the two strings are read from the user. യൂസർ രണ്ട് വാല്യൂസ് കൊടുത്തു. നേരത്തെ പോലെ തന്നെ ഹലോ ഗുഡ് മോർണിംഗ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർ I equal to 0, s of I not equal to null character I plus plus semicolon. ഈ ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടു. ലെങ്ത്ത് കണ്ടിട്ട് ഐയിൽ നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടാവും, 5 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇത് എന്തിനാണ് ലെങ്ത്ത് കാണുന്നത്? നമുക്ക് ആ ലാസ്റ്റത്തെ ക്യാരക്ടറിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 5 ആണ് ലാസ്റ്റത്തെ ക്യാരക്ടറിൻ്റെ പൊസിഷൻ. സോ അങ്ങോട്ടാണ് ജോയിനിങ് നടക്കേണ്ടത്. ഈ നെക്സ്റ്റ് ലൂപ്പിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ജെ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ യൂസ് ചെയ്ത് ലൂപ്പ് സെറ്റ് ചെയ്തു. ജെ ഈക്വൽ ടു 0, s1 ഓഫ് ജെ നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ജെ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ s1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ ട്രാവേഴ്സ് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യുന്നൊരു ലൂപ്പ്. അവിടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? എസ് ഓഫ് ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 5 ആണ് അല്ലേ? I 5 ആയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ 5th പൊസിഷനിലേക്ക് s1 ഓഫ് ജെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജെ? 0. അപ്പോൾ 0th ക്യാരക്ടർ 5th പൊസിഷനിലേക്ക് കോപ്പി ആകും. അത്രയും കഴിഞ്ഞാൽ ജെ ഇൻക്രിമെൻ്റ് ചെയ്യും, ഐ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ജെ ബിക്കംസ് 1 ആൻഡ് ഐ ബിക്കംസ് 6. സോ നെക്സ്റ്റ് ടൈം
S1 of 1 not equal to null character. ഇവിടെ S1 എന്ന് പറഞ്ഞ സ്ട്രിങ് ഗുഡ് മോർണിംഗ് ആണ്. അതിൽ S1ൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ നൾ ക്യാരക്ടർ അല്ല, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വരുമ്പോൾ എസ് ഓഫ് ഐ, ദ വാല്യൂ ഓഫ് ഐ ഇസ് നൗ 6, സിക്സ്ത് പൊസിഷനിലേക്ക് S1ലെ ഫസ്റ്റ് ക്യാരക്ടർ ദാറ്റ് ഈസ് O എന്നുള്ളത് കോപ്പി ആവും. ഇങ്ങനെ നമ്മുടെ S1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടേഴ്സും എസ്സിലേക്ക് കോപ്പി ആവും, എൻഡിലേക്ക് ആഡ് ആവും. അവസാനം നമ്മൾ എസ്സിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഹലോ ഗുഡ് മോർണിംഗ്. So you can use this loop instead of strcat, or either you can use strcat function. Okay, and the last function is strcmp. So strcmp is actually used to compare two strings. Okay, so strcmp is the function which is used to compare two strings. One second. Compare two strings. How it is being compared in terms of ASCII value. So suppose two strings are given as S and S1, and I have given value hello, capital letters in capital letters, to S, and hello in small letters to S1. So according to the syntax of strcmp, it is integer variable is equal to strcmp of string 1 comma string 2. So the two strings will be compared and an integer value will be returned. And the integer value may hold or may contain three possible values. Either the result will be 0, or a positive result, or a negative value. If you are obtaining a result 0, that means both the strings are equal in terms of matter and also in terms of case. If the first string is in uppercase, the second string will also be in uppercase. In such situation, the result will be 0. And if you are getting a positive result, positive value, that means the first string is having a greater ASCII value than the second. That means the first string is greater than second. That means here what happens is that strcmp ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന രണ്ട് സ്ട്രിങ്സ് ഹെലോയും സ്മോൾ ലെറ്ററുള്ള ഹെലോയും ആണ്. ഇവരുടെ ആസ്കി വാല്യൂസ് തമ്മിലാണ് ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് കമ്പാരിസൺ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ എച്ചിൻ്റെ ആസ്കി വാല്യൂ എടുത്തു. ഇപ്പോൾ സപ്പോസ് എച്ചിൻ്റെ ആസ്കി വാല്യൂ എക്സാമ്പിൾ മാത്രമാണ് 72 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററിൻ്റെ എച്ചിൻ്റെ ആസ്കി വാല്യൂ ഒരു 102 ആണെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഡിഫറൻസ് കാണാണ് ചെയ്യുന്നത് സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് ആസ്കി വാല്യൂ മൈനസ് സെക്കൻഡ് ആസ്കി വാല്യൂ എന്ന് കാണുന്ന സമയത്ത് ഒരു നെഗറ്റീവ് സിമ്പലാണ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ലെസ് ദാൻ സെക്കൻഡ് സ്ട്രിങ്. ഈ ലെസ് എന്ന് പറയുന്നത് വാല്യൂവിൻ്റെ കേസിലോ അല്ലെങ്കിൽ എന്താ പറയുക ക്യാരക്ടറിൻ്റെ നീളത്തിലോ ഒന്നുമല്ല. ഇൻ ടേംസ് ഓഫ് ആസ്കി വാല്യൂ ആണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ഒക്കെ ചെയ്ത് ഇപ്പോൾ പാലിൻഡ്രോം പ്രോഗ്രാംസിലൊക്കെ ഈ സ്ട്രിങ് കമ്പാരിസൺ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. നമുക്ക് ഡയറക്റ്റഡ് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇഫ് strcmp ഓഫ് s, s1 ഈസ് ഈക്വൽ ടു 0, പ്രിന്റ് ഓഫ് ബോത്ത് ദ സ്ട്രിങ്സ് ആർ ഈക്വൽ, എൽസ് ദ സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. എപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് ആ ഒരു കണ്ടൻറ്റ് മാത്രമല്ല അവിടെ കമ്പയർ ചെയ്യണത്, അത് സെയിം കേസാണോ എന്നൊക്കെ നോക്കും. അപ്പോൾ സെയിം നെയിം തന്നെ ഒരെണ്ണം അപ്പർ കേസും ഒരെണ്ണം ലോവർ കേസും കൊടുത്താൽ അത് ഈക്വലാണ് എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് ആസ്കി വാല്യൂ കമ്പയർ ചെയ്യണതുകൊണ്ട് സെയിം കേസ് ആണെങ്കിൽ മാത്രമാണ് രണ്ടും ഈക്വൽ ആണെന്ന് കാണുള്ളൂ. കാരണം സെയിം ആണെങ്കിൽ മാത്രമാണ് അവരുടെ ആസ്കി വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് 0 കിട്ടുള്ളൂ. അതർവൈസ് ഒന്നില്ലെങ്കിൽ ഒരു ആസ്കി വാല്യൂ വലുതും മറ്റേത് ചെറുതുമായിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പാരിസൻ്റെ റിസൾട്ട്. ഓക്കെ, അങ്ങനെ 4 ഫങ്ഷൻസാണ് നമ്മൾ കണ്ടത്. strlen to find the length of the string, strcpy to copy a string to another, strcat to join two strings, and strcmp to compare two strings. ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കാണാം.
ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി strcmp ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ പ്രോഗ്രാം ടു സെർച്ച് എ 2-dimensional ക്യാരക്ടർ അറേ ഫോർ എ പെർട്ടിക്കുലർ സ്ട്രിങ്. ഒരു 2-dimensional ക്യാരക്ടർ അറേയിൽ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രിങ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ഡിക്ലെയർഡ് എ 2-dimensional ക്യാരക്ടർ അറേ ഹിയർ ആൻഡ് എ single-dimensional ക്യാരക്ടർ അറേ ആൻഡ് എൻ്റർ ദ നമ്പർ ഓഫ് നെയിംസ്. And if suppose user has given 5, the loop will be executed 5 times, and each time the name will be read from the user and stored in each row of the 2-dimensional array. അപ്പോൾ 5 പേരുകൾ അങ്ങനെ സ്റ്റോറായി. അത് കഴിഞ്ഞ് നമ്മൾ യൂസറിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് പേരുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് ദ വാല്യൂ ഈസ് ബീങ് സ്റ്റോർഡ് ഓൺ ടു ദ വേരിയബിൾ എക്സ്. എക്സിനെ നമ്മളോട് ഒരു ക്യാരക്ടർ അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു ഡബിൾ-ഡയമെൻഷണൽ അറേ യൂസ് ചെയ്തില്ല. കാരണം എന്താണ്, നമുക്ക് ഒരു പേര്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു പേരാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു പേര് സ്റ്റോർ ചെയ്യാൻ ഒരു single-dimensional അറേ മതി. അങ്ങനെ റീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം n നെയിംസ് ആണുള്ളത്. അപ്പോൾ ഈ n നെയിംസ് നമുക്ക് സെർച്ച് ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു ലൂപ്പ് ഇട്ടു n നെയിംസിനെയും ഐട്രേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഐയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് ഇഫ് strcmp ഓഫ് എക്സ് നെയിം ഓഫ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് റാം എന്നുള്ള സ്ട്രിങ് ആണെങ്കിൽ നെയിം ഓഫ് ഐയിൽ കിടക്കുന്നത് ഡേവീസും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റാമും ഡേവീസും കൂടി കമ്പയർ ചെയ്യും. എന്നിട്ട് 0 ആണോ ഈക്വൽ ആണോ എന്ന് നോക്കും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ നെയിമിനെ കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബ്രേക്ക് ചെയ്യും. രണ്ടും സെയിം സ്ട്രിങ് ആണെന്ന് കണ്ടാൽ മാച്ച് ഫൗണ്ട് എന്ന് പറഞ്ഞ് ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ലൂപ്പിന് പുറത്ത് വരുന്ന സമയത്ത് 2 സാഹചര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ലൂപ്പ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലൂപ്പ് നോർമൽ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലൂപ്പ് ബ്രേക്ക് ചെയ്താൽ വന്നേണെന്നുണ്ടെങ്കിൽ ലൂപ്പിൻ്റെ എൻഡ് വാല്യൂ എത്തിയിട്ടുണ്ടാവില്ല, കണ്ടിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ലാസ്റ്റ് വരെ അന്വേഷിച്ചിട്ടും കാണാതെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പറയാം if i ഈക്വൽ ടു n നെയിം നോട്ട് ഫൗണ്ട്. ലാസ്റ്റ് വരെ അന്വേഷിച്ചിട്ടും നമ്മൾ നെയിമിനെ കണ്ടില്ല. ഓക്കെ, നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് നെയിംസ് ചോദിച്ചു, ഞാൻ 5 കൊടുത്തു. റൺ എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റർ ദ നമ്പർ ഓഫ് നെയിംസ്. അപ്പോൾ ഞാൻ സപ്പോസ് 5 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. എൻ്റർ ദ നെയിംസ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നെയിംസ് കൊടുത്തു. ആഗ്രഹ, ഗീതു, ഹരി, ഫിജോ, സേവിയർ, ഇത്രയും പേര് കൊടുത്തു. ഏത് നെയിമാണോ നിങ്ങൾ കൊടുക്കണതെന്ന് വിചാരിക്കാം. സപ്പോസ് നിങ്ങൾ ഹരിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയിം ഫൗണ്ട് പറഞ്ഞ് കൊടുക്കും. പ്രോഗ്രാം കുറച്ചും കൂടി ഭംഗിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലിയർ സ്ക്രീനൊക്കെ കൊടുത്താൽ സ്ക്രീനൊക്കെ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് ഉള്ള സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 3 നെയിംസ് കൊടുത്തു. സപ്പോസ് ഐ ഹാവ് ഗിവൺ ദ നെയിം റീത്ത, സീത ആൻഡ് ബിനു, ആൻഡ് ഐ ഹാവ് സെർച്ച്ഡ് ഫോർ ഗീത. Name not found. Okay, so that was a program, and next we will be seeing a program to compare, to sort n names. Okay, string sort. So this is a program for string sorting. Here, as in the previous case, the 2-dimensional array has been declared and the number of names is being read, and after that using for loop the names is being stored onto the 2-dimensional array. And then using the same loop, നമ്മൾ ലീനിയർ സോർട്ട് ഓൾറെഡി കണ്ടതാണ്. ആ സെയിം ലൂപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ n മൈനസ് 1, i പ്ലസ് പ്ലസ്, ഫോർ j ഈക്വൽ ടു i പ്ലസ് 1, j ലെസ് ദാൻ n, j പ്ലസ് പ്ലസ്. സെയിം നമ്മൾ നമ്പേഴ്സ് സോർട്ട് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ലൂപ്പ്.
അവിടെ നമ്മൾ ചെയ്തിരുന്നത് ഇഫ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ എന്നാണ്. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിളോ ഈക്വൽ ടു സിമ്പിളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്യാണ് കമ്പയർ ചെയ്യാനായിട്ട്. ഗ്രേറ്റർ തന്നെയാണോ എന്നാണ് നോക്കുന്നത്. ഇഫ് STR CMP ഓഫ് നെയിം ഓഫ് ഐ കോമ നെയിം ഓഫ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അപ്പോഴല്ലേ ഹയസ്റ്റ് ആവുന്നത്. ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനായിട്ട് എക്സ് എന്ന് പറയുന്നൊരു സ്ട്രിങ്ങിലേക്ക് നെയിം ഓഫ് ഐനെ കോപ്പി ചെയ്ത് വെച്ചു. നെയിം ഓഫ് ഐയിലേക്ക് നെയിം ഓഫ് ജെനെ കോപ്പി ചെയ്തു. നെയിം ഓഫ് ജെയിലേക്ക് എക്സിനെ സ്വാപ്പ് ചെയ്തു. അതായത് ഐത്ത് നെയിമും ജെത്ത് നെയിമും സ്വാപ്പ് ചെയ്തു. ഇത് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അറേ സോർട്ടഡ് ആയിട്ടുണ്ടാവും. നമുക്ക് അറേ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണാം. Enter the number of names ചോദിച്ചു. Here also I have given 5 names and the name is being given as Alina, Bijit, then Saurav, then Praveen, then Binoy. Okay, and sorted arrays Alina, Bijit, Binoy, Praveen, Saurav. It is being sorted in the ascending order. So that was a program, that is the two-dimensional array was declared using for loop. It is being read, and using the same sorting loop we are comparing the two strings, and we are swapping if the condition is true. Okay, then after sorting, the array is being printed using the same for loop. So that is all about string handling, two-dimensional string arrays. നമുക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. താങ്ക് യു.